ഔസേപ്പച്ചൻ എങ്ങനെയാണ് ഈ സോളാർ സെക്ഷനിലോട്ട് തിരിയാനുള്ള കാരണം? എന്തെങ്കിലും ഇതിന്? എനിക്ക് നേരത്തെ തൊട്ടേ സോളാർ പാനലിനോട് വലിയ താല്പര്യമായിരുന്നു. ഓക്കെ. പിന്നെ പെട്ടെന്ന് ഇതിൻ്റെ വില കുറഞ്ഞതായിട്ട് അറിഞ്ഞു. രണ്ട് പാനൽ ആദ്യം തിരുവനന്തപുരത്ത് നിന്ന് വരുത്തി. അതിനുശേഷം പിന്നെ ഈ ടൈപ്പിലുള്ള 4 പാനൽ. ഓക്കെ. അതിനുശേഷം വീണ്ടും 6 പാനൽ ഈ ടൈപ്പ്. ഇപ്പോൾ ടോട്ടൽ എത്ര പാനൽ ഇപ്പം ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്? ഇവിടെ ഇപ്പോൾ 8 എണ്ണം വെച്ചു. ഇനി 4 എണ്ണം കൂടെ വെക്കാനുണ്ട്. അത് ഫ്രണ്ടേജിൽ ആ കാണുന്ന ലൈനിലൂടെയാണ് കിഴക്ക് പടിഞ്ഞാറ് നമുക്ക് വെട്ടം കിട്ടുന്നത്. ഓക്കെ. അപ്പോൾ എക്സ്ട്രാ ഒരു സ്റ്റാൻഡ് പണിതിട്ട് അവിടെ വെക്കാനായിട്ടാണ് ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ എന്താണ് ടെസ്റ്റിംഗ് ആണോ? ടെസ്റ്റിംഗ് മോഡാണ്. ടെസ്റ്റിംഗ് മോഡാണ്. ഓക്കെ. ഇപ്പോൾ എത്ര വാട്ട് ഡെയിലി ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്? നോക്കിയിട്ടുണ്ടോ എത്ര വാട്ട് ഏകദേശം? നേരത്തെ ഞാൻ 24 വോൾട്ട് സിസ്റ്റം ഉപയോഗിച്ചുകൊണ്ടിരുന്നു. അപ്പം 4.5 യൂണിറ്റോളം ഒരു ദിവസം ഞാൻ ഉൽപ്പാദിപ്പിക്കുന്നുണ്ടായിരുന്നു. ഉണ്ട്. ഓക്കെ. അപ്പം ഈ എല്ലാ പാനലിലൂടെ വന്നു കഴിഞ്ഞാൽ എത്ര യൂണിറ്റ് നമുക്ക് ഡെയിലി ഉൽപ്പാദിപ്പിക്കാൻ പറ്റും പകൽ? 7 മണിക്കൂർ വെയിൽ കിട്ടുവാണെന്നുണ്ടെങ്കിൽ 7.5 യൂണിറ്റ് കറണ്ടോളം ബാറ്ററി സ്റ്റോർ ചെയ്ത് വെക്കാൻ പറ്റും. 7.5 യൂണിറ്റ്. അപ്പോൾ എത്ര ബാറ്ററിയാണ് യൂസ് ചെയ്യുന്നത്? 4 ബാറ്ററി. എത്ര ആംപിയർ അവർ? 150 ആച്ചിൻ്റെ 4 ബാറ്ററി. ഓക്കെ. അപ്പോൾ അത് ചാർജ് ചെയ്യാനായിട്ട് എത്ര ടൈം എടുക്കുന്നുണ്ട്? ഫുൾ ചാർജ് ഫുൾ ഡിസ്ചാർജ് ആയിട്ട് ഇതുവരെ ഇന്നത്തെ 4 എണ്ണം കൂടെ ഇൻസ്റ്റാൾ ചെയ്തെങ്കിലേ അതിൻ്റെ കറക്റ്റ് പറയാൻ പറ്റുള്ളൂ. എപ്പോഴെങ്കിലും ഫുൾ ഡിസ്ചാർജ് ആയിട്ടുണ്ടോ? ഈ യൂസേജ് ഡിസ്ചാർജ് ചെയ്യുന്നുണ്ട്. ഫുൾ ഡിസ്ചാർജ് ആവുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് AC ചാർജ് ചെയ്യാൻ കൊടുക്കാറുണ്ട്. മാത്രമേ ഉള്ളൂ. ഓക്കെ. അപ്പം ഫുൾ ഡിസ്ചാർജ് ആയിട്ട് എത്ര ടൈം എടുക്കുന്നുണ്ട് അത് വീണ്ടും റീചാർജ് ആകാൻ സോളാർ പാനൽ വെച്ചിട്ട്? അതായത് പാനലിലാണ് ഫുള്ളായിട്ട് നോക്കിയിട്ടില്ല. ഓക്കെ. കൺട്രോളറില്ല, അതുകൊണ്ട് മാനുവലായിട്ട് അതിൻ്റെ ചാർജിങ്. ഓക്കെ. എന്നാലും രാവിലെ ഞാൻ ആൽഫ ചാർജിൽ ഡിസ്കണക്ട് ചെയ്തിട്ട് കഴിഞ്ഞാൽ വെളുപ്പിന് ഒരു 5 മണി വരെയൊക്കെ ആകുമ്പോഴത്തേന് ലോ ബാറ്ററിയുടെ അലാറം കേൾപ്പിക്കുള്ളൂ. അന്നേരം മാത്രം ആൽഫ ചാർജിൽ കണക്ട് ചെയ്യും. അപ്പോൾ എന്തൊക്കെയാണ് അതിൽ ലോഡ് കൊടുക്കുന്നുണ്ട്? ഫ്രിഡ്ജ് പവർ പ്ലഗ് ഒഴിവാക്കിയിട്ട് ഫ്രിഡ്ജ് ഞാനിപ്പോൾ പവർ പ്ലഗിൽ നിന്ന് മാറ്റി ഈ UPS വഴി അവിടെ തക്കരയിലാക്കിയേക്കാണ്. ഓക്കെ. പിന്നെ വാഷിംഗ് മെഷീനും വെള്ളത്തിൻ്റെ മോട്ടറേ ഉള്ളൂ കണക്ട് ചെയ്യാത്ത ചാർജിൽ ഓടുന്നത്. ബാക്കിയെല്ലാം ഇത് തന്നെ വീട്ടിലെ ലോഡുകൾ മൊത്തം പോകുന്നുണ്ട്. ഓക്കെ. അപ്പോൾ രാത്രിയിൽ ഇത് 2 യൂസ് ചെയ്യുന്നില്ലല്ലോ? മോട്ടറും വാഷിംഗ് മെഷീൻ രാത്രി ഉപയോഗിക്കുന്നില്ലോ? അല്ല, അത് മറ്റേ ഉണ്ടെങ്കിൽ തന്നെ ആൽഫ ചാർജിൽ അങ്ങ് പൊക്കോളൂ. അത് സെപ്പറേറ്റ് ലൈൻ ആക്കിയാണ്. ഓക്കെ. അല്ല, രാത്രി അതിന് ഉപയോഗം വരുന്നില്ല. നമുക്ക് വരുന്നില്ല. പക്ഷേ മോട്ടർ വെള്ളം ഉപയോഗിക്കുന്ന ഓട്ടോമാറ്റിക് സ്റ്റാർട്ട് ആവുന്നുണ്ട്. ഓക്കെ. ഓക്കെ. ഇപ്പോൾ ഇത് ഇപ്പോൾ വന്നേക്കുന്ന 2 പാനലൂടെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഫുൾ യൂസേജ് നടക്കുമോ? ഇപ്പോൾ വന്നേക്കുന്ന 4 പാനലൂടെ ഇതിൻ്റെ കൂടെ ആഡ് ചെയ്യും. അപ്പോഴത്തേനും 1200 വാട്ട് നമുക്ക് വെട്ടത്തിൽ നിന്ന് കിട്ടാൻ പറ്റും. അത് 7 മണിക്കൂർ നമുക്ക് ബാറ്ററി ഫുള്ളാക്കാൻ പറ്റും. അപ്പോൾ പകൽ സമയം ഈ പാനലിൽ നിന്നും ബാറ്ററിയും കൂടെ കൂടി ഉപയോഗിക്കാം, രാത്രിയിൽ ബാറ്ററി കൊണ്ട് ഉപയോഗിക്കാം. അപ്പോൾ നമുക്ക് പാരലായിട്ട് ഇത് ചാർജ് ചെയ്യുന്ന സമയത്ത് തന്നെ വീട്ടിലെ യൂസേജും കൂടെ ആ ലോഡിൽ ഓടും? പറ്റും. അല്ല, അതിനുള്ള കപ്പാസിറ്റി ഉണ്ടോ ഇതിന്? ഉണ്ട്. ഓക്കെ. അപ്പോൾ പിന്നെ പകൽ ചാർജും ആകും, നമ്മുടെ യൂസേജ് നടക്കും. പിന്നെ ഈ ചാർജ് ചെയ്യുന്ന കറണ്ട് രാത്രിയിൽ നമുക്ക് ബാറ്ററി സ്റ്റോർ ചെയ്തിട്ട് ഇത് യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ എന്ന് പറഞ്ഞാൽ ഫുള്ളി ഡിപ്പെൻഡബിൾ ആയിട്ട് നമുക്ക് ഇത് യൂസ് ചെയ്യാൻ പറ്റും. അങ്ങനെ ഉപയോഗിക്കണം. അതിന് വേണ്ടിയിട്ടുള്ള ടോട്ടൽ എത്ര ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട് അപ്രോക്സിമേറ്റ്? കോസ്റ്റ് പറയുകയാണെങ്കിൽ 1,60,000 രൂപ. 1.6 lakhs. അപ്പോൾ അതും നമ്മുടെ ഇപ്പോഴത്തെ കോസ്റ്റും വെച്ച് നോക്കുമ്പോൾ ലാഭമാണോ നഷ്ടമാണോ? ഇത്രയും പവർ പ്രൊഡ്യൂസ് ചെയ്യും? ലാഭത്തിൻ്റെ അല്ല, എൻ്റെ ഒരു താല്പര്യം ഇലക്ട്രോണിക്സിനോടുള്ള ഇൻട്രസ്റ്റിൽ നമ്മൾ ഹാം റേഡിയോയിൽ എന്തായാലും നമുക്ക് ബെനിഫിറ്റ് കൊണ്ടാണ് നമ്മൾ വർക്ക് ചെയ്യുന്നത് എന്ന് പറഞ്ഞതുപോലെ ഒരു ഇൻട്രസ്റ്റിൽ ഇറങ്ങി. പക്ഷേ ഗ്രീൻ എനർജി എന്ന് പറയുമ്പോൾ ഇപ്പോൾ പഠിച്ചു വരുമ്പോൾ ഗ്രീൻ എനർജി നമ്മുടെ ഫ്രിഡ്ജിൽ എന്തെങ്കിലും ഇരിപ്പുണ്ടെങ്കിൽ കേടാവത്തില്ല, നമുക്ക് ത്രൂ ഔട്ട് കാരണം ഉണ്ടെന്നുള്ളൊരു വിശ്വാസം നമുക്ക് വരുന്നത്. ഓക്കെ. പിന്നെ അതേപോലെ തന്നെ ഈ സോളാർ പാനലിന് എത്ര ലൈഫാണ് ഉള്ളത്? അതുപോലെ ബാറ്ററിയുടെ എല്ലാം പാനലിന് 30 വർഷമൊക്കെ ആയുസാണ് പറയുന്നത്. അവർ ഗ്യാരണ്ടി വാറണ്ടി അങ്ങനെ എന്തെങ്കിലും കമ്പനി തരുന്നുണ്ട്? എത്ര വർഷം? 10 വർഷത്തേക്ക് 90% താഴെ പോയാൽ റീപ്ലേസ് ചെയ്ത് തരാമെന്നും പിന്നെ 25 ഇയേഴ്സിനകത്ത് 80% താഴെ പോകുന്നുണ്ടെങ്കിൽ അത് റീപ്ലേസ് ചെയ്യാമെന്ന് പറയുന്നുണ്ട്. അന്ന് കമ്പനി ഉണ്ടെങ്കിലേ നമുക്കത് കിട്ടിയെന്ന് വരുള്ളൂ. ഓക്കെ. എന്നാലും നമുക്ക് വിശ്വസിക്കാം. ബാറ്ററിയുടെ കാര്യം? ബാറ്ററി എക്സൈഡ് ആണ് ഇപ്പോൾ ഞാൻ ഉപയോഗിക്കുന്നത്. ഓക്കെ. ട്യൂബുലർ ബാറ്ററീസ് ആണോ? ട്യൂബുലർ ബാറ്ററിയാണ്. ഓക്കെ. 2 പേര് 6 വർഷമായതാണ്. അത് പെർഫെക്റ്റ് ആയിട്ട് വർക്ക് ചെയ്യുന്നു. ഓക്കെ. അപ്പോൾ അതിൻ്റെ അർത്ഥം നന്നായിട്ട് ഓടുന്ന ബാറ്ററിയാണ് തോന്നുന്നു. ഒരു 15 വർഷം ആയുസ് കിട്ടണം. ഓക്കെ. കാര്യം വണ്ടിയിലിരിക്കുന്ന പോലെ അനങ്ങുന്നില്ലല്ലോ, സ്റ്റേഷനറി. ഓക്കെ. ഓക്കെ. പിന്നെ എപ്പോഴും പവറിൻ്റെയൊക്കെ എന്താ പറയുന്നത് സ്കേർസിറ്റിയും കിട്ടാനുള്ള ലഭ്യതയും വർദ്ധിച്ചു വരുന്നു. അതുപോലെ തന്നെ പവറിൻ്റെ വില കൂടി വരുന്നു. ആ ഒരു സമയത്ത് ഇതിലോട്ട് തിരിഞ്ഞത് വളരെ നല്ലൊരു കാര്യമാണ്. അപ്പോൾ ഇത് വളരെ എല്ലാവർക്കും ഒരു എന്താ പറയുന്നത്, എനിക്കൊന്ന് കേരളത്തിൽ ഫസ്റ്റ് ആദ്യമായിട്ടുള്ള ഒരു സംരംഭമാണെന്ന് തോന്നുന്നു. വേറെ ആരെങ്കിലുമൊക്കെ അല്ല, ഫുള്ളി പവറിൽ ഡിപ്പെൻഡ് ചെയ്യുന്ന സോളാർ പവറിൽ ഡിപ്പെൻഡ് ചെയ്യുന്ന ഏതെങ്കിലും വീടുകളുണ്ടോ? ഡിപ്പെൻഡ് ചെയ്തിട്ടുള്ള ആൾക്കാരും ഉണ്ട്. കുറച്ചുകൂടെ എന്താ കോട്ടയത്തൊക്കെ ആരൊക്കെ ഇങ്ങനെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഒരു ഗ്രീൻ പവർ ഹൗസ് എന്ന് പറയാമല്ലോ. ഓക്കെ. അപ്പം വളരെ
കൺഗ്രാജുലേഷൻ TRX. വേറെ പണികളുണ്ട്. പിന്നെ ബാക്കി നമുക്ക് കാര്യങ്ങളൊക്കെ രാവിലെ കിഴക്കോട്ട് കുറച്ച് തിരിച്ച് വെക്കാമെങ്കിൽ ഇച്ചിരൂടെ സൺലൈറ്റ് കിട്ടുമ്പോഴത്തേനും കുറച്ചുകൂടെ കൂടുതൽ നമുക്ക് ആ സമയത്തെ വൈദ്യുതി കൂടി നമുക്ക് കൂടുതൽ ഉപയോഗിക്കാൻ പറ്റും. പിന്നെ ഉച്ച സമയമാകുമ്പോൾ മേളിലേക്ക് വൈകുന്നേരം ആകുമ്പോഴത്തേനും കയറി തിരിക്കേണ്ടി വരുമോ? കയറി തിരിക്കുകയല്ല, അതിന് വേറെ സംവിധാനമുണ്ട്. ഈ ഓരോ പാനലും ഫിറ്റ് ചെയ്യുന്നത് ഒരു കുഴലിൽ അതിൻ്റെ പുറത്ത് നിൽക്കുന്ന ഒരു കുഴലിലൂടെ വന്നിട്ട് അതിങ്ങനെ മൂവ് ചെയ്യുന്നറിയില്ല. സ്റ്റാൻഡ് ഉണ്ടാക്കി കഴിഞ്ഞാൽ ആ സ്റ്റാൻഡിൽ ഒരു 4 റോ വെക്കുകയാണെങ്കിൽ ആ 4 റോയുടെ ഒരു ലിവറെ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും 4 പേരും ഇങ്ങനെ തിരിയത്തക്ക രീതിയിലാണ്. ഓക്കെ, അതിപ്പം ചെയ്യണം ഇനി ചെയ്യാനുള്ള പരിപാടിയിലാണ്. ഓക്കെ ഓക്കെ ഓക്കെ. അപ്പം നമുക്ക് അടിയിൽ ബാക്കിയുള്ള എൻ്റെ കാര്യങ്ങളൊക്കെ ഒന്ന് കാണാം. ടെസ്റ്റിങ്ങിലാണെന്നുള്ളതാണിത്. അല്ല, ഈ വച്ചിരിക്കുന്ന കലങ്ങൾക്കൊക്കെ ഓരോ പ്രത്യേക സൈസുകൾ നിർബന്ധമാണോ അതോ ഏതെങ്കിലും കലങ്ങൾ വെച്ചാൽ മതിയോ? ഇത് ടെസ്റ്റിംഗ് ആയതുകൊണ്ട് ആ ആംഗിളൊന്ന് കിട്ടാൻ വേണ്ടി വെച്ചു. ഇതാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഹാമിൻ്റെ ഒരു ഗുണം. നമുക്ക് കിട്ടുന്ന സാധനങ്ങൾ വല്ലപ്പനും പുല്ലും ആയുധം എന്ന് പറയുന്നത് നമുക്ക് കിട്ടുന്ന സാധനങ്ങൾ കൊണ്ട് യൂട്ടിലൈസ് ചെയ്യാന്നുള്ളതാണ്. ഈ സോളാർ പാനൽ എത്ര നല്ല വെയിലുള്ളപ്പോൾ എത്ര വോൾട്ട് വരും? അതായത് അത് എൻ്റെ കാൽവനകത്ത് പറയുന്നുണ്ട്, ഓപ്പൺ സർക്യൂട്ടിലാണെങ്കിൽ 21 വോൾട്ട് വരെ പീക്ക് ചെയ്യും. ഓക്കെ. അതേസമയം നമ്മൾ ഷാഡോ ലൈറ്റിലാണെങ്കിലോ എത്ര വോൾട്ട് വരും? ലോഡ് കൊടുത്തിട്ടേ കാണുന്നുണ്ടെങ്കിൽ അത് വേരിയേഷൻ ഉണ്ടാവും. ഓക്കെ. ഓൺ ലോഡിൽ എത്ര വരും? ഓൺ ലോഡിൽ ഇപ്പം ബാറ്ററി ചാർജ് ആയില്ലെന്നുണ്ടെങ്കിൽ ബാറ്ററിയുടെ വോൾട്ട് തന്നെ മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ടിരിക്കും. ചാർജ് ആകത്തില്ല. അപ്പം ചാർജ് ആയി കഴിയുമ്പോൾ വോൾട്ട് പോകും. ഇതെത്ര വാട്ടിൻ്റെയാണ് ഇൻവെർട്ടർ? ഇത് 2.5 കിലോവാട്ട്. ഓക്കെ, 2.5 കിലോ വാട്ട്. മറ്റേ ബാറ്ററി എല്ലാം 150 AH അല്ലേ? 4 ബാറ്ററി. ഇപ്പം 24 വോൾട്ടിൽ കൊടുത്തിരിക്കുകയാണ് അല്ലേ? 48 വോൾട്ട്. 48 വോൾട്ട് സപ്പോർട്ടഡ് ആണത്. ഓക്കെ. അപ്പം പാനലിൽ നിന്നും 48 കൊടുക്കണമല്ലോ അല്ലേ? 4 പാനൽ സീരീസിലാക്കിയിട്ട്. ഓക്കെ. അപ്പോൾ 12 സ്പെഷ്യൽ ടൈപ്പ് ട്രാൻസ്ഫോമർ.